ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ RSS ശാഖാ പ്രവർത്തനത്തിന് നിരോധനം വന്നേക്കും. നിയമവിരുദ്ധമായി സംഘം ചേർന്ന് ക്ഷേത്രത്തിനുള്ളിൽ ആയുധ പരിശീലനം നടത്തിയാൽ പോലീസിന് കേസ് എടുക്കാൻ അധികാരമുണ്ടെന്ന് സർക്കാരിന് നിയമ ഉപദേശം ലഭിച്ചു. നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥാണ് സർക്കാരിന് നിയമോപദേശം നൽകിയത്. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശാഖകളെ നിരോധിക്കാൻ സർക്കാരിന് ബലം നൽകുന്നതാണ് ഈ നിയമ ഉപദേശം. RSSനെ കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കേണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. RSSനെ തടയാൻ ശ്രമിച്ചാൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും കുമ്മനത്തിന്റെ ഭീഷണി. ദേവസ്വം നിയമനങ്ങൾ PSCക്ക് വിടാൻ ബിൽ കൊണ്ടുവരാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ബിൽ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ കൺസൾട്ടൻസി കരാർ DMRCക്ക് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിയമസഭാ സമ്മേളനം ഈ മാസം 26 മുതൽ വിളിച്ചു ചേർക്കാനും മന്ത്രിസഭ ശുപാർശ ചെയ്തു. മുൻമന്ത്രി K ബാബുവിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബാങ്ക് അക്കൗണ്ടുകളും ലോക്കറുകളും ഇന്നും പരിശോധിച്ചു. ബാബുവിന്റെ ഇളയ മകൾ ഐശ്വര്യയുടെ പേരിലുള്ള യൂണിയൻ ബാങ്ക് ലോക്കർ പരിശോധിച്ചതിൽ 100 പവനോളം സ്വർണം കണ്ടെത്തി. ബാബുവിന്റെ തൃപ്പൂണിത്തുറയിലുള്ള ബാങ്ക് അക്കൗണ്ടുകളും വിജിലൻസ് പരിശോധിച്ചു. അതേസമയം വിജിലൻസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് K ബാബുവിന്റെ മരുമകൻ പറഞ്ഞു. K ബാബുവിന്റെ ഇളയ മകൾ ഐശ്വര്യയുടെ പേരിലുള്ള യൂണിയൻ ബാങ്ക് പൊന്നുരുന്നി ശാഖയിലുള്ള ബാങ്ക് ലോക്കർ പരിശോധനയിലാണ് 100 പവനോളം സ്വർണം കണ്ടെത്തിയത്. ഇളയ മകളുടെ പേരിലുള്ള മറ്റൊരു ബാങ്ക് ലോക്കറിൽ നിന്നും മൂത്ത മകളുടെ പേരിലുള്ള തൊടുപുഴയിലെ ബാങ്ക് ലോക്കറിൽ നിന്നുമായി 156 പവൻ സ്വർണവും നേരത്തെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. സ്വർണം വാങ്ങിയതിന്റെ സ്രോതസ്സിനെക്കുറിച്ച് വിജിലൻസ് വിശദമായി അന്വേഷിക്കും. അതേസമയം വിജിലൻസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് K ബാബുവിന്റെ മരുമകൻ വിപിൻ പറഞ്ഞു. ഈ സെയിൽ ഡീഡ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഒരു ബ്ലാക്ക് മണി ട്രാൻസാക്ഷനോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതിന്റെ ഡീറ്റെയിൽസ് എത്രയാണോ ബാങ്ക് ത്രൂ വന്നിരിക്കുന്ന ആ ഡീറ്റെയിൽസ് ഫുള്ളും ഈ ഡോക്യുമെന്റിൽ റെക്കോർഡാണ്. ഒരു പ്രിലിമിനറി എൻക്വയറി നടന്നിരുന്നെങ്കിൽ തന്നെ ഇത്രയും ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും വരേണ്ട കാര്യമില്ല. ഞങ്ങളൊരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അപ്പാർട്ട് ഫ്രം മിസ്റ്റർ K ബാബു, ബിക്കോസ് ഇത് വസ്തുതാരഹിതമാണ്. യൂണിയൻ ബാങ്കിലെ പരിശോധനയ്ക്ക് ശേഷം K ബാബുവിന്റെയും ഭാര്യ ഗീതയുടെയും പേരിലുള്ള തൃപ്പൂണിത്തുറയിലെ 2 ബാങ്ക് അക്കൗണ്ടുകളും വിജിലൻസ് പരിശോധിച്ചു. ബാങ്ക് അക്കൗണ്ടുകളുടെയും ലോക്കറുകളുടെയും പരിശോധന പൂർത്തിയാക്കിയ വിജിലൻസ് ഇതുവരെ കണ്ടെടുത്ത രേഖകളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുത്തൂറ്റ് ഗ്രൂപ്പിൽ രഹസ്യ നിക്ഷേപമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേരുവിവരങ്ങൾ ലഭിക്കുന്നതിന് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ വിജിലൻസിൽ നീക്കം. ആദ്യം നൽകിയ പരാതി സാങ്കേതികത ചൂണ്ടിക്കാട്ടി ആദായ നികുതി വകുപ്പ് നിരസിച്ചതോടെയാണ് കുറ്റമറ്റ തരത്തിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ വിജിലൻസ് ഒരുങ്ങുന്നത്. വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നിർധന രോഗികൾക്ക് ധനസഹായം വാഗ്ദാനം ചെയ്ത നടൻ മമ്മൂട്ടിയുടെ ജന്മദിന ആഘോഷം. തൃശൂർ ചിറ്റിലപ്പള്ളിയിൽ ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ നടന്ന ആഘോഷത്തിനിടെയാണ് മമ്മൂട്ടി ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദയ്ക്ക് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയത്. മമ്മൂട്ടിയുടെ ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം പദ്ധതിക്ക് തുടക്കം കുറിക്കും. നവാഗത സംവിധായകൻ ഹനീഫ് അഡൈൻ സംവിധാനം നിർവഹിക്കുന്ന ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിന്റെ സെറ്റിലാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷം നടന്നത്. ചിത്രീകരണത്തിനിടെ ഫാൻസ് അസോസിയേഷനും ചലച്ചിത്ര പ്രവർത്തകരും സംയുക്തമായി ഒരുക്കിയ ആഘോഷത്തിൽ ആശംസയർപ്പിച്ച ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദയും എത്തി. കേക്ക് മുറിച്ചും മധുരം നൽകിയും മമ്മൂട്ടി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആശംസയർപ്പിച്ച സ്വാമി പ്രകാശാനന്ദ വൃക്കമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരാക്കേണ്ടി വരുന്ന നിർധന രോഗികളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ ശ്രദ്ധയിൽപ്പെടുത്തി. കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇവർക്ക് ധനസഹായം നൽകുമെന്ന് മമ്മൂട്ടി അറിയിച്ചു. അവർക്ക് ആ ശസ്ത്രക്രിയ സൗജന്യമായി നൽകാനുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് അനൗൺസ് ചെയ്തതായിട്ടുണ്ട്. 1-2 ആശുപത്രികളുമായിട്ട് കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് തീരുമാനമാകും. തീർച്ചയായും സ്വാമിയുടെ അഭ്യർത്ഥന ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. 100-ലധികം ആളുകൾക്കെങ്കിലും പദ്ധതിയുടെ പ്രയോജനം എത്തിക്കാനാണ് ശ്രമം. അടുത്ത മാസം മുതൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അദ്ദേഹം കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യന് നിർദ്ദേശം നൽകി. രാവിലെ ദ ഗ്രേറ്റ് ഫാദർ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പവും മമ്മൂട്ടി ആഘോഷങ്ങളിൽ പങ്കുചേർന്നിരുന്നു. ചിത്രീകരണം നടക്കുന്ന ചിറ്റിലപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലും മമ്മൂട്ടിക്കായി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.